നമസ്കാരം. പ്രധാന വാർത്തകൾ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാജ്യം അപകടത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ. തെരഞ്ഞെടുപ്പിൽ ഇത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. മനുഷ്യരുടെ നിറത്തിന്റെ പേരിലുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും A. വിജയരാഘവൻ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മന്ത്രി MP രാജേഷിന്റെയും LDF സ്ഥാനാർത്ഥി V. വസീഫിന്റെയും നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ DYFIയുടെ നൈറ്റ് മാർച്ച്. രാജ്യത്ത് ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിലെന്ന് മന്ത്രി MP രാജേഷ്. സ്ഥാനാർത്ഥി V. വസീഫ് പെരിന്തൽമണ്ണയിൽ പര്യടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാലക്കാട് എയിംസും വ്യവസായ സ്ഥാപനവും കൊണ്ടുവരുമെന്ന NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാകുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിലെന്നും C. കൃഷ്ണകുമാർ. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 61 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും. താഴേക്കോട് കാപ്പപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ആഷിഖിനാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. മലയോര ഹൈവേ പാലക്കാട് ജില്ലയിൽ ആദ്യ റീച്ച് നിർമ്മാണം തുടങ്ങിയില്ല. 3 മാസം കൊണ്ട് ആരംഭിക്കുമെന്ന് പറഞ്ഞ പ്രവൃത്തികളാണ് അനിശ്ചിതമായി നീളുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റിന് സാങ്കേതിക അനുമതി ആയില്ല. മണ്ണാർക്കാട് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോഴും കുന്നിടിക്കലും പാടം നികത്തലും വ്യാപകം. ചേറുംകുളം കരിമ്പൻകുന്നും ഇടിച്ചു നിരത്തുന്നു. രാത്രിയുടെ മറവിലാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം അപകടത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ. പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ നിറത്തിൻ്റെ പേരിലുള്ള കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യത്തിലെ കറുത്ത സംഭവങ്ങളുടെ തുടർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഹുലതകളും അതിനെതിരെ ഉയർന്നു വരുന്ന വിഷയങ്ങളിലെ ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും അതോടൊപ്പം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായ പഞ്ചാബിൽ ഇപ്പോൾ ഒരു ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റാണ്. BJPക്ക് വലിയ അലോസരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇപ്പോൾ 7 MP തലസ്ഥാന നഗരിയിൽ BJPക്ക്. എല്ലാം നഷ്ടപ്പെടും എന്ന ഭയവും അവർക്കിപ്പോഴുണ്ട്. ആ ഭയത്തിൽ നിന്നുകൂടിയാണ് കെജ്രിവാളിന് നേരെയുള്ള ഈ കടന്നാക്രമണം. ഇന്ത്യൻ ജനത ഇതിന് ഒരിക്കലും അംഗീകാരം നൽകുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു അപകടകാലത്തിൻ്റെ സൂചനയാണ് ഇതിലൂടെ നാം കാണുന്നത്. പക്ഷേ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അക്രമോത്സുകമായ വലിയ തോതിലുള്ള അമിതാധികാരത്തിൻ്റെ നിർവഹണമാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. പ്രതിഷേധാർഹമാണിത്. നാടിത് അംഗീകരിക്കില്ല. തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇത് തിരിച്ചടിയായി മാറാറുണ്ട്. കേരളമാകെ അത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞു. ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ നവീന മൂല്യബോധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണത്. കേരളീയ സമൂഹം അത്തരം ഫ്യൂഡൽ മൂല്യങ്ങൾക്കൊപ്പമല്ല എന്ന് ഇതിനകം തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലാകേരളം മാത്രമല്ല, മുഴുവൻ കേരളവും അത് സംബന്ധിച്ച് കടുത്ത പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തിയിരിക്കും. പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെയുള്ള കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. LDFന് അനുകൂലമായ നിലപാടുകളാണ് യുവ വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്ന് A. വിജയരാഘവൻ പ്രതികരിച്ചു. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ വെള്ളിയാഴ്ച പട്ടാമ്പി മണ്ഡലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. രാവിലെ വിളയൂർ കരിങ്ങനാട് നിന്നുമായിരുന്നു തുടക്കം. തുടർന്ന് വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. പട്ടാമ്പി ഗവൺമെൻറ് കോളേജ്, പട്ടാമ്പി ലിമൻ കോളേജ് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് സംവദിച്ചു. ഞാൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ചത് നിയമത്തിൽ ബിരുദാനന്തര പഠനം നടത്തിക്കൊണ്ടിരിക്കുക മത്സരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. സ്വാഭാവികമായിട്ടും പാർലമെന്റ് എന്ന് പറയുമ്പോൾ
നമ്മുടെ ജീവിത ബന്ധിയായ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട് കാത്തുസൂക്ഷിച്ചു പോരുന്ന നല്ല മൂല്യങ്ങൾ, മതനിരപേക്ഷത, അതുപോലെ തന്നെ മനുഷ്യസ്നേഹാധിഷ്ഠിതമായ മഹാമൂല്യങ്ങളെ പാർലമെൻറ്റാണ് സംരക്ഷിച്ച് നിർത്തുന്നത്. അവിടെ ജനവിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും ഒക്കെ രൂപപ്പെട്ട് വരുമ്പോൾ ആ പാർലമെൻറ്റിനകത്ത് അതിനെതിരായി ശക്തമായി ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഒരു പാർലമെൻറ്റ് പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലാലയങ്ങളിൽ വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരെയും മറ്റും കണ്ടും എ വിജയരാഘവൻ കുശലാന്വേഷണം നടത്തി. കടുത്ത ചൂടിനെ അവഗണിച്ചുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. ഇടതിന് അനുകൂലമായ തരംഗമാണ് മണ്ഡലത്തിൽ. ആവേശകരമായ സ്വീകരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പുതുതലമുറയും വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് വരുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളെന്ന നിലയിൽ ചൂടിനെ അവഗണിച്ചും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ LDF പ്രവർത്തകന്മാരും നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നല്ല നിലയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളുടെ നല്ല പിന്തുണയും ഈ തെരഞ്ഞെടുപ്പിന് LDFന് അനുകൂലമായിട്ട് ലഭിച്ചിരിക്കുന്നു. ആവേശകരമായ ഒരു സ്വീകരണത്തിന് ശേഷമാണ് ഈ വിദ്യാലയത്തിൽ നിന്നും മടങ്ങുന്നത്. LDFൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പുതുതലമുറയിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നത് എന്നതും ഏറെ ആഹ്ലാദകരമാണ്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം കുരുക്കല്ലൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാലക്കാട് എയിംസും വ്യവസായ സ്ഥാപനവും കൊണ്ടുവരുമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നടത്തുന്ന റോഡ് ഷോ ആധുനിക ചികിത്സയ്ക്ക് പാലക്കാടുകാർക്ക് അയൽ ജില്ലകളെയും കോയമ്പത്തൂരിനെയും സമീപിക്കേണ്ട സ്ഥിതിയാണ്. ഇതിന് മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പാലക്കാട് സ്ഥാപിക്കും. ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് വ്യവസായ സ്ഥാപനം കൊണ്ടുവരുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടായിട്ട് എന്ത് എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണ് രണ്ട് ഇടതുമുന്നണിയുടെ MPക്കും അല്ലെങ്കിൽ UDFൻ്റെ MPക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പാലക്കാട് വികസന പ്രശ്നങ്ങൾ, കാലാകാലങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നല്ലൊരു ചികിത്സ കിട്ടണമെങ്കിൽ പാലക്കാട് നിന്ന് ലഭ്യമാണല്ല. നമുക്ക് തൃശ്ശൂർ പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകണം. അതിന് പരിഹാരം ഉണ്ടാവണം. പാലക്കാടിന് കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് പാലക്കാട് കൊണ്ടുവരും. അത് വലിയ വാഗ്ദാനം. അത് പാലക്കാടിൻ്റെ ആവശ്യമാണ്. പാലക്കാട് ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് പാലക്കാട് എയിംസ് കൊണ്ടുവരും. ഞാൻ സൂചിപ്പിച്ചിരുന്നു, പാലക്കാടിനെ വഞ്ചിച്ചു രണ്ട് മുന്നണികളും കോച്ച് ഫാക്ടറിയുടെ പേരിൽ. പാലക്കാട്ടുകാർ എല്ലാ കാലത്തും വഞ്ചിക്കപ്പെടുകയാണ്. ആ വഞ്ചനയ്ക്ക് ഇത്തവണ അറുതി വരുത്തും. തിരഞ്ഞെടുക്കപ്പെട്ടാൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കോച്ച് ഫാക്ടറിക്കായിട്ട് നൽകിയിട്ടുള്ള സ്ഥലം, ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ യുവതിയുവാക്കൾക്ക്, അഭ്യസ്തവിധരായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും ജോലി കിട്ടുന്നതിനുള്ള, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്നതിനുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ. കുമരംപുത്തൂർ വട്ടമ്പലത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ചു. കുളപ്പാടത്തെ കുടുംബയോഗത്തിനു ശേഷമാണ് റോഡ് ഷോ നടത്തിയത്. മണ്ണാർക്കാട് ടൗണിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. അരയങ്ങോട്, തെങ്കര എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറിമാരായ B. മനോജ്, രവി അടിയത്ത്, നിയോജകമണ്ഡലം പ്രസിഡന്റ് AP. സുമേഷ് കുമാർ, സെക്രട്ടറിമാരായ C. ഹരിദാസൻ, V. രതീഷ് ബാബു, TV. സജി, വൈസ് പ്രസിഡന്റുമാരായ ബിജു നല്ലമ്പാനി, M. സുബ്രഹ്മണ്യൻ, ട്രഷറർ P. രാജു, NR. രജിത, പരമേശ്വരൻ പിള്ള തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധ ജ്വാല ഉയർത്തി പെരിന്തൽമണ്ണയിൽ DYFI നൈറ്റ് മാർച്ച് നടത്തി. മന്ത്രി MP. രാജേഷ്, മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V. വസീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് നടന്നത്. പൗരത്വ ഭേദഗതിയുടെ ചട്ടങ്ങൾ രാജ്യത്ത് ഭിന്നിപ്പ് സൃഷ്ടിക്കാനാണെന്ന് മന്ത്രി MP. രാജേഷ് പറഞ്ഞു.
ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തപ്പെടുത്തിക്കൊണ്ട് കേട്ടാലോ അഭിമാനപരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പരിസരത്തു നിന്നും പെരിന്തൽമണ്ണ നഗരത്തിലേക്കാണ് ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് നടത്തിയത്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി പ്ലക്കാർഡുകളും തീപ്പന്തങ്ങളും ഏന്തി നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു. മന്ത്രി എം.ബി. രാജേഷ്, മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫ് എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. പൗരത്വ ഭേദഗതിയിലെ ചട്ടങ്ങൾ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണെന്ന് കോടതിപ്പടിയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഭരണഘടന വിരുദ്ധ നിയമമായതിനാലാണ് കേരളം ഇതിനെ എതിർത്തത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ആദ്യ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി മതനിരപേക്ഷ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള പദ്ധതിയാണ്. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പായി വിജ്ഞാപനം ചെയ്തതിലൂടെ രാജ്യത്ത് ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നതാണ് സംഘപരിവാറും മോദി ഭരണകൂടവും ലക്ഷ്യം വയ്ക്കുന്നത്. ഇതോടുകൂടി പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റുകയാണ്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം മതം പൗരത്വത്തിന്റെ മാനദണ്ഡമായിരുന്നില്ല. ഇപ്പോൾ മതം പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കി മാറ്റുകയാണ്. ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. മതനിരപേക്ഷവാദികളാകെ പൗരത്വ നിയമത്തെ എതിർക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഡിവൈഎഫ്ഐ നേതാക്കളായ പി ഷബീർ, കെ ശ്യാംപ്രസാദ്, കെ പി അനീഷ്, പി ഷാജി, എം ഷാഹിദ്, ഇ ഷിജിൽ, കെ ടി നൌഫൽ, വി മുർഷിദ്, കെ ടി ജിജീഷ്, സി പി ഫൈസൽ എന്നിവർ നൈറ്റ് മാർച്ചിൽ മുൻനിരയിൽ അണിനിരന്നു. മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കനത്ത ചൂട് വകവയ്ക്കാതെ മലപ്പുറം LDF സ്ഥാനാർത്ഥി വി വസീഫ് പ്രചരണം ശക്തമാക്കി. രാവിലെ പെരിന്തൽമണ്ണ നഗരസഭയിലെ മനപ്പടിയിൽ നിന്നും പര്യടനം ആരംഭിച്ച സ്ഥാനാർത്ഥി കാർഗിൽ, കോവിലകംപടി എന്നിവിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു. കാവുങ്ങപ്പറമ്പ്, സുധീഷ് നഗർ, പൊന്നിയാംകുർശി, ലക്ഷം വീട്, വലിയങ്ങാടി, കിടങ്ങ് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി സംസാരിച്ചു. പര്യടനത്തിനിടെ സിനിമാ താരം സൂരജ് തേലക്കാട്, വ്ളോഗർമാരായ മുനീർ, ഫാറൂഖ് എന്നിവരെ സന്ദർശിച്ചു. വെട്ടത്തൂർ, മേലാറ്റൂർ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും പ്രചാരണം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ, LDF മണ്ഡലം സെക്രട്ടറി ഇ രാജേഷ്, സി ദിവാകരൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. 13 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിന് 61 വർഷവും 3 മാസവും കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. താഴേക്കോട് കാപ്പുപറമ്പ് സ്വദേശി മുഹമ്മദ് ആഷിഖാണ് പ്രതി. 13 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ താഴേക്കോട് കാപ്പുപറമ്പ് സ്വദേശി കോടാമ്പി വീട്ടിൽ മുഹമ്മദ് ആഷിഖിനെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത്. 61 വർഷം 3 മാസം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി S. സൂരജാണ് വിധിച്ചത്. 2022 പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ വിധിച്ചത്. അന്നത്തെ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കൽ, SI നൌഷാദ് എന്നിവരാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന P. പരമേശ്വരൻ ഹാജരായി. പ്രതി പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 3 മാസവും അധിക തടവ് അനുഭവിക്കണം. കടുത്ത വേനലിൽ ജലസ്രോതസ്സുകൾ വരണ്ടുണങ്ങുമ്പോഴും മണ്ണാർക്കാട് കുന്നിടിക്കലും പാടം നികത്തലും നിർബാധം തുടരുന്നു. പുതുതായി ചേറുംകുളം കരിമ്പൻകുന്നാണ് രാത്രിയുടെ മറവിൽ ഇടിച്ചു നിരപ്പാക്കുന്നത്.
കരിമ്പൻകുന്നിൽ നിന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇടിച്ചു നിരത്തുന്നത്. 20 അടിയിലേറെ താഴ്ചയിൽ മണ്ണ് എടുത്തു കഴിഞ്ഞു. ഇവിടെ നിന്നെടുക്കുന്ന മണ്ണ് മെഴുകുംപാറ, മേലാമുറി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പാടങ്ങളിലാണ് തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രിയാണ് കുന്നിടിക്കുന്നതും മണ്ണ് കടത്തുന്നതും. ജനവാസ കേന്ദ്രങ്ങളിലൂടെ മണ്ണ് കടത്തുന്ന ടിപ്പറുകൾ ലൈറ്റിടാതെയാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. മണ്ണാർക്കാട് മേഖലയിൽ കുന്നിടിക്കുന്നതും പാടം നികത്തുന്നതും വ്യാപകമാണ്. വേനലിൻ്റെ ആരംഭത്തിൽ തന്നെ പല മേഖലകളിലും വെള്ളക്ഷാമം രൂക്ഷമായി. പാടങ്ങൾ നികത്തുന്നതോടെ ഇല്ലാതാകുന്നത് ജലസ്രോതസ്സുകളാണ്. ഇതിനെതിരെ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ഉൾപ്പെടെ ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. കൈതച്ചിറയിൽ പാടം നികത്തിയെന്ന് സ്ഥിരീകരിച്ച സ്ഥലത്തുപോലും നടപടി ഉണ്ടായിട്ടില്ല. മണ്ണാർക്കാട് മേഖലയിൽ മണ്ണ് മാഫിയ വീണ്ടും സജീവമായിട്ടുണ്ട്. ഇവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് വികസന സമിതി യോഗങ്ങളിൽ ആരോപണം ഉയരുന്നത്. താലൂക്ക് ഓഫീസിൽ നിന്ന് സ്ക്വാഡ് പുറപ്പെടുമ്പോഴേക്ക് ബന്ധപ്പെട്ടവർക്ക് വിവരം ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നും ആരോപണമുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണം ഇനിയും തുടങ്ങിയില്ല. 3 മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നവംബർ 17-ന് അലനല്ലൂരിൽ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചിരുന്നത്. പുതുക്കി സമർപ്പിച്ച എസ്റ്റിമേറ്റിന് സാങ്കേതിക അനുമതി ലഭ്യമാകാത്തതാണ് പ്രവൃത്തികൾ വൈകാൻ ഇടയാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും അലനല്ലൂർ വഴി കുമരമ്പത്തൂർ, ചുങ്കത്ത്, കോഴിക്കോട്, പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് ആദ്യ റീച്ച് നിർമ്മാണം. 3 മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നവംബർ 17-ന് അലനല്ലൂരിൽ N. ശംസുദ്ദീൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ മാർച്ച് മാസം പകുതി കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. പുതുക്കി സമർപ്പിച്ച എസ്റ്റിമേറ്റിന് സാങ്കേതികാനുമതി ലഭ്യമാകാത്തതാണ് പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള കാലതാമസത്തിന് ഇടയാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ സമയപരിധി അവസാനിച്ച് ജൂൺ 15-ന് ശേഷമേ കിഫ്ബിയുടെ സാങ്കേതികാനുമതി കമ്മിറ്റി യോഗം ചേരൂ എന്നും അറിയുന്നു. അനുമതി ലഭ്യമായാലേ അധികൃതർക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും സാധിക്കൂ. ജില്ലയിൽ വിവിധ മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിച്ചുള്ള മലയോര ഹൈവേ പദ്ധതി 5 റീച്ചുകളിലായി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. 12 മീറ്റർ വീതിയിൽ ആകെ 70 കിലോമീറ്ററിലാണ് മലയോര പാത ജില്ലയിലൂടെ കടന്നു പോവുക. മലപ്പുറം ജില്ലാ അതിർത്തിയിൽ നിന്നും അലനല്ലൂർ വഴി കുമരമ്പത്തൂർ, ചുങ്കത്ത്, പാലക്കാട്, കോഴിക്കോട് ദേശീയപാതയിലെത്തിയാണ് ആദ്യ റീച്ച് അവസാനിക്കുക. ഇവിടെ നിന്നും താണാവ് വഴി പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലെത്തും. തുടർന്ന് പാറ, പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്തേക്കും എത്തിച്ചേരും. ഗോപാലപുരത്ത് നിന്നും കന്നിമാരി മേട് വരെയാണ് 2ാം റീച്ച് നിർമ്മിക്കുക. കന്നിമാരി മേടിൽ നിന്നും നെടുമണി വരെ 3ാം റീച്ചും പനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ 4ാം റീച്ചും നിർമ്മിക്കും. അയിനമ്പാടത്ത് നിന്നും വടക്കഞ്ചേരി, തങ്കം ജംഗ്ഷൻ വരെയാണ് 5ാം റീച്ച്. മണ്ണാർക്കാട് മേഖലയിലെ 18.1 കിലോമീറ്റർ ദൂരമുള്ള ആദ്യ റീച്ചിൻ്റെ സർവേ നടപടികളെല്ലാം മാസങ്ങൾക്ക് മുന്നേ പൂർത്തിയായതാണ്. മലയോര ഹൈവേയായി മാറുന്ന നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയ്ക്ക് ആവശ്യമായ വീതിയുണ്ട്. ആദ്യം സമർപ്പിച്ച വിശദമായ പദ്ധതി രേഖയിൽ ചില മാറ്റങ്ങൾ വരുത്തി 2ാമതും പദ്ധതി രേഖ സമർപ്പിച്ചു. 2 മാസം മുമ്പാണ് ഇതിന് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചത്. ടെൻഡർ കഴിഞ്ഞ് കരാർ വെച്ചാൽ മാത്രമേ പദ്ധതി തുടങ്ങുന്നതും പൂർത്തിയാക്കുന്നതുമായ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ. 91.4 കോടി രൂപയാണ് ആദ്യഘട്ട നിർമ്മാണത്തിനായി ചെലവ് കണക്കാക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് പള്ളിപ്പടിയിൽ പൊട്ടിവീണ കേബിൾ ലൈനിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് യാത്രികർക്ക് പരിക്ക്. കുളപ്പാടം സ്വദേശികളായ പ്രജിത്ത്, രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രിയാണ് അപകടം. ട്രെയിലർ ലോറി ഇടിച്ച് പൊട്ടിവീണ കേബിൾ ലൈനാണ് അപകടമുണ്ടാക്കിയത്. കേബിളിൽ കുരുങ്ങി ബൈക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. കുടുംബവഴക്കിനെ തുടർന്ന് വീട് കത്തിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കോട്ടപ്പാടം പുളിക്കാത്തോട്ടത്തിൽ പത്രോസിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയും മക്കളും വേർപിരിഞ്ഞ് പാലക്കയത്തും പത്രോസ് കോട്ടപ്പാടത്തെ മകൻ്റെ വീട്ടിൽ തനിച്ചുമാണ് താമസം. ഫെബ്രുവരി 24-ന് താമസിക്കുന്ന വീടിന് പത്രോസ് തീയിടുകയായിരുന്നു. മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം പനമണ്ണയിൽ ഉത്സവപ്പറമ്പിൽ നിന്നും ശീതളപാനീയം വാങ്ങി കുടിച്ച 2 വിദ്യാർത്ഥികൾക്ക് ആമാശയത്തിൽ പൊള്ളൽ ഏറ്റതായി പരാതി. പനമണ്ണ സ്വദേശി അനന്തകൃഷ്ണൻ, കണ്ണിയമ്പുറം സ്വദേശി അഭിഷേക് എന്നിവർക്കാണ് പൊള്ളൽ ഏറ്റത്.
കഴിഞ്ഞ ദിവസം നടന്ന പൂരത്തിന് ഉത്സവപ്പറമ്പിൽ നിന്നും അനന്തകൃഷ്ണനും അഭിഷേകും ശീതളപാനീയം വാങ്ങി കുടിക്കുകയും തുടർന്ന് ഛർദ്ദിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ഛർദ്ദിച്ച് അവശരായ ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശീതളപാനീയം കുടിച്ചതിനാൽ വായും തൊണ്ടയും ആമാശയവും വരെ പൊള്ളിയതായി ഡോക്ടർ അറിയിച്ചതായി അഭിഷേകിൻ്റെ അമ്മാവൻ കനകരാജൻ പറഞ്ഞു. ആ പൂരത്തിന് ദിവസം വൈകുന്നേരം ഒരു 7 മണിക്ക് ഈ സർവത്ത് വെക്കണോടത്തുനിന്ന് മറ്റേ കുൽക്കി സർവത്ത്, അതേപോലെ തന്നെ നെല്ലിക്ക കാന്താരി അങ്ങനെയുള്ള ജ്യൂസുകളാണ് അവിടെ വിറ്റായിരുന്നത്. അതിന് നെല്ലിക്ക കാന്താരി ഷോട കഴിച്ചിട്ട് 2 പയ്യന്മാർ ഛർദിയും കേട്ട് കുഴഞ്ഞു വീഴുണ്ടായി. അത് കഴിച്ചു കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ വിദഗ്ധമായി പരിശോധന നടത്തിയ ശേഷം ഡോക്ടർമാർ പറഞ്ഞു കഴുത്ത് മുതൽ ആമാശം വരെ പൊള്ളിക്കണോ, ആസിഡ് കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. കാരണം 3 ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട്. ഇപ്പോൾ ഒരാളെ ഇന്നലെ എക്സാം കാരണം ഡിസ്ചാർജ് ചെയ്ത് കൊടുന്നു, ഒരാളെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്താണ് ഡിസ്ചാർജ് ചെയ്ത് വിടുള്ളൂ. അതേപോലെ കുൽക്കി സർവത്ത് കഴിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ള 2 പയ്യന്മാർക്ക് വയറിളക്കും ഛർദി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാരും എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ട് അവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഒന്ന് പറ്റിയത് എൻ്റെ പെങ്ങളുടെ മകനും അഭിഷേകാണ്. അവൻ +2 പഠിക്കുന്നതാണ്. രണ്ടാമത്തെ പയ്യൻ ഡിഗ്രിക്ക് പഠിക്കണതാണ്, അനന്തു എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവിടുന്ന് കഴിച്ച കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഛർദിയും വയറ്റുനോക്കും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പാലം സ്റ്റേഷനിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗത്തിലും ഒറ്റപ്പാലം സിവിൽ സ്റ്റേഷനിലുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി വിദ്യാർത്ഥിയാണ് അനന്തകൃഷ്ണൻ, +2 വിദ്യാർത്ഥിയാണ് അഭിഷേക്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിനും പോലീസിനും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട്. നടുന്ന തൈകൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ തുള്ളി ജലസേചനവുമായി ലോക ജലദിനത്തിൽ അടയ്ക്കാപ്പത്തൂർ സംസ്കൃതി. ചെർപ്പശ്ശേരി കരുമാനാംകുറിശി AUP സ്കൂളിൽ കണിക്കൊന്ന തൈ നട്ട് തുള്ളി ജലം നൽകി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ചെർപ്പശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് അടയ്ക്കാപ്പത്തൂർ സംസ്കൃതി നടുന്ന തൈകൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ തുള്ളി ജലസേചന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആശുപത്രികളിൽ നിന്നുള്ള ഉപയോഗശൂന്യമായ ഗ്ലൂക്കോസ് കുപ്പികൾ ഉപയോഗിച്ച് നടുന്ന തൈകൾക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നതാണ് യജ്ഞം. കരുമാനാംകുറിശി AUP സ്കൂളിൽ കണിക്കൊന്ന തൈ നട്ട് തുള്ളിജലം നൽകി ചെർപ്പശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ചെയർമാൻ K. വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുടിവെള്ള ക്ഷാമത്തിന് എന്തെല്ലാം സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ പോലും കുടിവെള്ളം വേണ്ടത്ര ലഭിക്കാത്തൊരു സ്ഥിതി, അല്ലെങ്കിൽ വേണ്ടത്ര വെള്ളം ലഭിക്കാത്ത ഒരു പരിസ്ഥിതിയായിട്ട് നമ്മൾ മാറുക. ഈ വർഷത്തെ ജലദിന സന്ദേശം ജലം സമാധാനത്തിനുള്ളതാണെന്നും ലോക വനദിനം, ജലദിനം, കാലാവസ്ഥ ദിനം തുടങ്ങിയ ദിനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ഉത്തരവാദിത്തങ്ങൾ ആണെന്നും പരിസ്ഥിതി പ്രവർത്തകനും സംസ്കൃതിയുടെ പ്രതിനിധിയുമായ രാജേഷ് അടയ്ക്കാപ്പുത്തൂർ പറഞ്ഞു. ചടങ്ങിൽ പരിസ്ഥിതി ക്ലബ്ബിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് സംസ്കൃതിയുടെ ഈ വർഷത്തെ പൊൻകണി 2024 പദ്ധതിയുടെ ഭാഗമായി കണിക്കൊന്ന തൈകളും അവ നട്ടുനനച്ച് പരിപാലിക്കുന്നതിനായി ഗ്ലൂക്കോസ് കുപ്പികളും വിതരണം ചെയ്തു. വൃക്ഷത്തൈ വിതരണം K. ജിതേഷ് നിർവഹിച്ചു. പ്രധാന അധ്യാപിക മീര, അധ്യാപകരായ വിധു K. നന്ദൻ, CS പ്രതീക്ഷ, അനിതമോൾ, ഫസലുർ റഹ്മാൻ, ഫൈസൽ, ആശുപത്രി ജീവനക്കാരനും സംസ്കൃതി പ്രവർത്തകനുമായ ഗോവിന്ദൻ വീട്ടിക്കാട്, സംസ്കൃതി പ്രവർത്തകരായ UC വാസുദേവൻ, KT ജയദേവൻ, സത്യൻ ചെറുപ്പശ്ശേരി, സനിൽ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ഒറ്റപ്പാലം ചുനങ്ങാട് വരോട് വാടാനാംകുറിശി ചാത്തൻകണ്ടർക്കാവിൽ 16 ദിവസം നീണ്ടുനിന്ന പാട്ട് താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. മാർച്ച് 6 മുതൽ 21 വരെ നടന്നുവന്ന പാട്ട് താലപ്പൊലി ആഘോഷങ്ങൾക്കാണ് സമാപനമായത്. അവസാന ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു. 9 മണിക്ക് ദാരികവധം പാട്ട് നടന്നു. വൈകിട്ട് 5 മണിക്ക് മൈലുംപുറം ആദിത്യൻ, ആദർശ് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പ അരങ്ങേറി. 6:30 ദീപാരാധന. രാത്രി 7 മണിക്ക് വാദ്യങ്ങളുടെ അകമ്പടിയോടെ താലം എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി.
പ്രശസ്ത നർത്തകൻ RLV രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ നിറത്തിൻ്റെ പേരിൽ അപഹസിച്ചതിൽ ഓൾ കേരള ആർട്ടിസ്റ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അപലപിച്ചു. ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ നിരക്കാത്ത ഇത്തരം പ്രസ്താവനകളും പ്രതികരണങ്ങളും ഇനിമേലിൽ ആരും തന്നെ പ്രകടിപ്പിക്കരുതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് അരിയൂർ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KS സതീഷ് കുമാർ, കലാമണ്ഡലം സുജി സുരേഷ്, N പ്രതിഭ മേനോൻ, P ജയശ്രീ, KA രതി, റാണി സെൽവിൻ, അനു ടോമി എന്നിവർ സംസാരിച്ചു. വീണ്ടും ഒരു ജലദിനം കൂടി കടന്നു പോവുകയാണ്. കത്തുന്ന വേനലിൽ പുഴകളും അരുവികളും വരണ്ടുണങ്ങി. പുഴകൾ നീർച്ചാലുകളായി മെലിഞ്ഞു. കിണറുകളും വരണ്ടു തുടങ്ങി. കനക്കുന്ന വേനൽ വിരൽ ചൂണ്ടുന്നത് കടുത്ത ജലക്ഷാമത്തിലേക്കാണ്. ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിന സന്ദേശം. മണ്ണാർക്കാട് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് കാണാം. പൊള്ളുന്ന വേനലിൽ മണ്ണാർക്കാടിൻ്റെയും സമീപ പഞ്ചായത്തുകളുടെയും ശുദ്ധജല സ്രോതസ്സായ കുന്തിപ്പുഴ വരണ്ടുണങ്ങി. പലയിടത്തും പുഴ നീർച്ചാലായാണ് ഒഴുകുന്നത്. ഈ നില തുടർന്നാൽ കുടിവെള്ള വിതരണം വഴിമുട്ടും. മണ്ണാർക്കാട് നഗരസഭ, തെങ്കര, കുമരംപുത്തൂർ പഞ്ചായത്തുകളുടെ ശുദ്ധജല സ്രോതസ്സാണ് കുന്തിപ്പുഴ. മണ്ണാർക്കാട് നഗരസഭയ്ക്കും തെങ്കര പഞ്ചായത്തിനുമുള്ള ശുദ്ധജലത്തിനായി കുന്തിപ്പുഴ പാലത്തിന് മുകൾ ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും കിണറുമുണ്ട്. കുമരംപുത്തൂർ പഞ്ചായത്തിൻ്റെ ശുദ്ധജല പദ്ധതിയുടെ കിണർ പാലത്തിനു താഴെയുമാണ്. 2 പദ്ധതികൾക്കും ആവശ്യമായ വെള്ളം നിലവിലുണ്ട്. എന്നാൽ മഴ ലഭിക്കാതിരുന്നാൽ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ശുദ്ധജല വിതരണത്തെ ബാധിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുഴയിലെ ജലനിരപ്പ് വളരെയേറെ താഴ്ന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം മെയ് ആദ്യത്തിലുള്ള ജലനിരപ്പാണ് ഈ വർഷം മാർച്ചിൽ പുഴയിലുള്ളത്. ഇത് നൽകുന്ന സൂചന അപകടകരമാണ്. ശുദ്ധജല വിതരണം മാത്രമല്ല, ആയിരക്കണക്കിന് പേർ കുളിക്കാനും ആശ്രയിക്കുന്നത് കുന്തിപ്പുഴയാണ്. പുഴയിലെ വെള്ളം താഴുന്നതിനനുസരിച്ച് ഇരുകരകളിലെയും കിണറുകളിലെ വെള്ളവും താഴുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കുന്തിപ്പുഴ ആറാട്ടുകടവിലും പോത്തോഴിക്കടവിലും തടയണകളുള്ളതിനാൽ ഇവിടങ്ങളിൽ ഇപ്പോൾ കുളിക്കാൻ വെള്ളമുണ്ട്. മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയും കോട്ടത്തറ ഗവൺമെൻറ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും പഠനോപകരണ വിതരണവും നടത്തി. കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ MS പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സഹായമായി പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമായി സഹകരിച്ചുകൊണ്ട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി കഴിഞ്ഞ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാക്ക് ടു സ്കൂൾ. പദ്ധതിയുടെ തുടർച്ചയായി 2024-25 അധ്യയന വർഷത്തിലെ പഠന സഹായമായി അട്ടപ്പാടി ആനവായി ഗവൺമെൻറ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന കിറ്റ് സമ്മാനിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. അർബൻ ഗ്രാമീണ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുറച്ച് കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതിയ പഠനോപകരണങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഞങ്ങളുടെ സ്റ്റോറേജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും മടിക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് മാസം എത്ര ദിവസമുണ്ട്, എന്നാണ് നമുക്ക് ഈ പരിപാടി ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓൾറെഡി ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട്. ഈ വരുന്ന 21-ാം തീയതി കാലത്ത് 10 മണിക്കാണ്. അപ്പോൾ ആനവായി സ്കൂളിലാണ് അവരുടെ ഈ പഠന ആരോഗ്യ ക്യാമ്പും അതുപോലെ ഈ പറയുന്ന പഠനോപകരണ വിതരണവും നമുക്ക് അവിടെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് അതെന്തായാലും ചെയ്യാം. മാഷ്ക്ക് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് മാഷ് പറയുക, എത്ര കുട്ടികളുണ്ട്, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എല്ലാവർക്കുമുള്ള നന്ദിയും അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിക്കും സൊസൈറ്റിയുടെ പിന്തുണയും അറിയിച്ചുകൊണ്ട് സംസ്ഥാന കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് അച്യുതൻ പനച്ചിക്കുത്ത്, അധ്യാപിക സ്മിത, UGS PRO ശ്യാം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ട്രൈബൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാജ്യം അപകടത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A വിജയരാഘവൻ. തെരഞ്ഞെടുപ്പിൽ ഇത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. മനുഷ്യരുടെ നിറത്തിന്റെ പേരിലുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും A വിജയരാഘവൻ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മന്ത്രി MB രാജേഷിന്റെയും LDF സ്ഥാനാർത്ഥി V വസീഫിന്റെയും നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ DYFIയുടെ നൈറ്റ് മാർച്ച്. രാജ്യത്ത് ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിലെന്ന് മന്ത്രി MB രാജേഷ്. സ്ഥാനാർത്ഥി V വസീഫ് പെരിന്തൽമണ്ണയിൽ പര്യടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാലക്കാട് എയിംസും വ്യവസായ സ്ഥാപനവും കൊണ്ടുവരുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. 2ാം ഘട്ട പര്യടനം പൂർത്തിയാകുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിലെന്നും C കൃഷ്ണകുമാർ.
13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 61 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും. താഴേക്കോട് കാപ്പപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ആഷിഖിനാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. മലയോര ഹൈവേ പാലക്കാട് ജില്ലയിൽ ആദ്യ റീച്ച് നിർമ്മാണം തുടങ്ങിയില്ല. 3 മാസം കൊണ്ട് ആരംഭിക്കുമെന്ന് പറഞ്ഞ പ്രവൃത്തികളാണ് അനിശ്ചിതമായി നീളുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റിന് സാങ്കേതിക അനുമതി ആയില്ല. മണ്ണാർക്കാട് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോഴും കുന്നിടിക്കലും പാടം നികത്തലും വ്യാപകം. ചേറുംകുളം കരിമ്പൻകുന്നും ഇടിച്ചു നിരത്തുന്നു. രാത്രിയുടെ മറവിലാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.